നമസ്കാരം, ഏവർക്കും Xylem PSC സ്വാഗതം. എൻ്റെ പേര് ശരത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുറച്ച് വർഷങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് പ്ലാൻ ഹോളിഡേ എന്നാണ്, അതുപോലെ റോളിംഗ് പ്ലാൻ എന്നാണ്, ആനുവൽ പ്ലാൻ എന്നാണ് എന്നുള്ള കാര്യങ്ങൾ. ഇതിനെ നമുക്ക് ഒരു കോഡിലൂടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് 1951 അപ്പോൾ ഓർത്തിരിക്കുക, പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് 1951 ഒരു ഗവൺമെൻറ് ഭരണത്തിലേക്ക് വരുമ്പോൾ അടുത്ത 5 വർഷത്തേക്ക് ഉള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയിൽ പറയുക. അപ്പോൾ 5 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1956 മുതൽ 61 വരെയാണ്. 5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി പോയാൽ മതി. അങ്ങനെയെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1961 മുതൽ 66 വരെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടാത്ത 3 ആളുകളാണ്. ഒന്ന് പ്ലാൻ ഹോളിഡേ, എന്താണ്? ഒന്ന് പ്ലാൻ ഹോളിഡേ, 2 നമുക്ക് വരുന്നത് റോളിംഗ് പ്ലാൻ, 2 വരുന്നത് റോളിംഗ് പ്ലാൻ, അതുപോലെ ആനുവൽ പ്ലാൻ. ഇങ്ങനെ നമ്മുടെ ഈ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടാത്ത 3 കാര്യങ്ങളാണ്. ഒന്ന് പ്ലാൻ ഹോളിഡേ, 2 റോളിംഗ് പ്ലാൻ, 3 ആനുവൽ പ്ലാൻ. ഇത് നമുക്കിങ്ങനെ ഓർത്തിരിക്കാം. ഒന്നുകിൽ HRA എന്ന് ഓർത്തിരിക്കുക. HRA എന്ന് ഓർത്ത് വെച്ചിട്ട് ഫസ്റ്റ് ഹോളിഡേ ആണ്, അത് കഴിഞ്ഞ് റോളിംഗ് പ്ലാൻ ആണ്, അത് കഴിഞ്ഞ് ആനുവൽ പ്ലാൻ ആണ് എന്ന് ഓർത്തിരിക്കുക. അതല്ലെങ്കിൽ ഇതിനെ ഒരു കഥ പോലെ നമുക്ക് ഓർത്തിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് പഠിച്ച് എന്ത് ചെയ്തു, നമുക്ക് PSCയിലൂടെ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് കുറേ നാൾ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ഹോളിഡേ കിട്ടുകയാണ്, ഒരു അവധി കിട്ടുകയാണ്. സാധാരണഗതിയിൽ അവധിയിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവധിക്ക് ഞാൻ ഫുള്ള് കിടന്ന് ഉറങ്ങാറാണ് പതിവ്. അപ്പോൾ ഉറങ്ങുമ്പോഴത്തേക്ക് കിടന്ന് ഉരുളുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്ലാൻ ഹോളിഡേ, 2 ഉരുണ്ടു, അപ്പോൾ റോളിംഗ് പ്ലാൻ. അങ്ങനെ കിടന്ന് ഉറങ്ങിയ സമയത്ത് അമ്മ ഒന്ന് തട്ടി ഉണർത്തിയിട്ട് പറയുകയാണ്, വർഷത്തിൽ ഒരു തവണയാണ് നമുക്ക് ലീവ് കിട്ടുന്നത്, ഈ ലീവ് വെറുതെ കിടന്ന് ഉറങ്ങി തീർക്കുകയാണോ എന്ന് ആലോചിക്കുക. അപ്പോൾ ആദ്യം പ്ലാൻ ഹോളിഡേ, 2 റോളിംഗ് പ്ലാൻ, 3 ആനുവൽ പ്ലാൻ. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടാത്ത 3 ആളുകൾ ആരൊക്കെയാ? പ്ലാൻ ഹോളിഡേ, റോളിംഗ് പ്ലാൻ, അതുപോലെ ആനുവൽ പ്ലാൻ. ഇനി ഇവരുടെ വർഷങ്ങൾ കൂടി നമുക്കൊന്ന് പഠിച്ചാലോ? വർഷങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഓർത്തിരിക്കാം, 3, 2, 2 അല്ലെങ്കിൽ 3+2+2 എന്ന് ഓർത്തിരിക്കുക. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയോ. 1, 2, 3 പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു അല്ലെ. 1961, 66. ഈ 66ൻ്റെ കൂടെ ഒരു 3 കൂട്ടുക. 3 കൂട്ടുമ്പോൾ 1966, 69 എന്താണ്? ആ പ്ലാൻ ഹോളിഡേ ആണ്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചവത്സര പദ്ധതി കൂട്ടിപ്പോവാം. 1969 മുതൽ 74 വരെ എന്താണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. 69 മുതൽ 74 വരെ 4ാം പഞ്ചവത്സര പദ്ധതി. ഇനി 5ാമത്തത് എന്തായിരിക്കും? തീർച്ചയായിട്ടും 74 മുതൽ 79 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതി വരിക. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 79 എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, ഒരു 78 ആണ് എന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കുക. നേരത്തെ 3 എണ്ണം കഴിഞ്ഞു, 3 എണ്ണം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പ്ലാൻ ഹോളിഡേ കിട്ടിയത് അല്ലേ. ഇപ്പോൾ നമുക്ക് 2 എണ്ണം കഴിഞ്ഞില്ലേ. 1969, 74, അടുത്തത് 74, 79 പകരം 78 വന്നു. അങ്ങനെയെങ്കിൽ ഈ 78ൻ്റെ കൂടെ നമ്മൾ 3+2+2 എന്നല്ലേ കോഡ് പറഞ്ഞേ. ഈ 2 എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കൂട്ടുക. 78, 80 ആണ് എന്ത് വരുന്നത്? ആ റോളിംഗ് പ്ലാൻ വരുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങൾ കിട്ടി. ഒന്ന് പ്ലാൻ ഹോളിഡേ 1966, 69, 2 റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് 1978, 80. ഇനി നമുക്ക് അടുത്ത 2 പഞ്ചവത്സര പദ്ധതികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെ ആയിരിക്കണം? 80 മുതൽ 85 വരെയാണ് അല്ലെ. അതുപോലെ 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 85 മുതൽ 90 വരെയാണ്. വീണ്ടും 2 എണ്ണം കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ കോഡ് ഒന്നുകൂടെ ഓർക്കുക, 3+2+2. ആ 2 എണ്ണം കഴിഞ്ഞപ്പോൾ അവിടെ 2 കൂട്ടുക. 90+92 എന്താണ്? ആനുവൽ പ്ലാൻ ആണ്. കിട്ടിയോ? അപ്പോൾ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടാത്ത 3 ആളുകൾ, ഒന്ന് പ്ലാൻ ഹോളിഡേ, 2 റോളിംഗ് പ്ലാൻ, 3 ആനുവൽ പ്ലാൻ. പ്ലാൻ ഹോളിഡേ എന്നാണ് 1966 മുതൽ 69 വരെയാണ്. അതുപോലെ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് 78 മുതൽ 80 വരെയാണ്. അതുപോലെ ആനുവൽ പ്ലാൻ എന്ന് പറയുന്നത് 90 മുതൽ 92 വരെയാണ്.
ഇങ്ങനെ നമ്മുടെ പഞ്ചവത്സര പദ്ധതി നോക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടാത്ത 3 ആളുകൾ. അതുപോലെ എത്ര പഞ്ചവത്സര പദ്ധതി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 പഞ്ചവത്സര പദ്ധതികളാണ്. എന്ന് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഈ 12 പഞ്ചവത്സര പദ്ധതികളുടെയും ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം.